ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ജനറൽ പേപ്പർ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടുത്തൊരു സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. ഇത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന അടുത്ത ടോപ്പിക്, അതായത് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം ഇൻ ദ ഈസ്റ്റ്, അതായത് 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധിസം, ജൈനിസം ആൻഡ് ഇസ്ലാമിക് തോട്ട്സ്, അതാണ് പഠിക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് സിലബസിന് ഒന്നും കൂടി ഒന്ന് റീറൈറ്റ് ചെയ്തിരിക്കുന്നതാണ് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം ഇൻ ദ ഈസ്റ്റ്, വെസ്റ്റും പഠിക്കാനുണ്ട്, മാറിപ്പോകരുത്. ഇത് ഈസ്റ്റാണ്, ഈസ്റ്റിൻ്റെ ഒന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പഠിക്കണം. അതായത് ശതദർശന, ഇതെല്ലാം 6 ടൈപ്പ് ഓഫ് ദർശനങ്ങളാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ വരുന്നത് ഒന്ന് ഓർത്തഡോക്സ് സ്കൂൾസ് ഉണ്ട്, ഒന്ന് ഹെറ്ററോഡോക്സ് സ്കൂൾസ് ഉണ്ട്. എന്താണ് ഈ ഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർത്തഡോക്സ് സ്കൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ഇത് വേദങ്ങളെ അംഗീകരിക്കുന്ന സ്കൂളുകളാണ്. ഓർത്തഡോക്സ്, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള വേദങ്ങളെ വിശ്വസിക്കുന്ന സ്കൂളുകളാണ്. അതിനെ ഒന്നുകൂടെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, അതാണ് നാസ്തിക സ്കൂൾസ് എന്ന് പറയും. നാസ്തിക സ്കൂൾസ്. ഇനി അടുത്തതായിട്ട് ഹെറ്ററോഡോക്സ് സ്കൂൾസ് ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, വേദങ്ങളെ അംഗീകരിക്കാത്ത സ്കൂളുകളാണ് ഇത്. ഇനി നാസ്തിക സ്കൂൾസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ താഴെ വരുന്ന കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. ഓർത്തഡോക്സ് സ്കൂളിൽ വരുന്നതാണ്. ഓർത്തഡോക്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ അംഗീകരിക്കുന്ന സ്കൂളുകളുടെ കീഴിൽ വരുന്നതാണ് ഈ 6 എണ്ണം. അതിനെയാണ് നമ്മൾ 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് വിളിക്കുന്നത്. സംഖ്യ സ്കൂളുണ്ട്, യോഗ സ്കൂളുണ്ട്, ന്യായ സ്കൂളുണ്ട്, ആൻഡ് വൈശേഷിക സ്കൂളുണ്ട്, പൂർവ മീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്, ഉത്തര മീമാംസ സ്കൂൾ ഓഫ് ഫിലോസഫിയും ഉണ്ട്. അടുത്ത ഹെട്രോ സ്കൂൾസിലാണ് ഈ ബുദ്ധിസം, ജൈനിസം പോലുള്ളതെല്ലാം വരുന്നത്. അത് പിന്നീട് വന്നതാണ്. അതിന് മുമ്പുള്ളതാണ് ഈ ഓർത്തഡോക്സ് സ്കൂളുകളെല്ലാം. അതിനുശേഷമാണ് ഈ ഹെട്രോക്സ് സ്കൂളുകളിലേക്ക് ഒക്കെ നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഇനി ഒന്നാമത്തത് സംഖ്യ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. സംഖ്യ സ്കൂൾ എന്ന് പറയുമ്പോൾ പേരിലെ സംഖ്യ, അതായത് ന്യൂമറേഷൻ സ്കൂൾ. അത് നോട്ട് ബിലീവ് ഇൻ ഗോഡാണ്. അതുപോലെ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞ ഗാബ്ലിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് സംഖ്യാസൂത്ര. അപ്പോൾ സംഖ്യാ സ്കൂൾ, സംഖ്യാസൂത്ര, സംഖ്യ എന്നുള്ള ഒരു ടേം ഓർത്തിരിക്കുക. ഇനി ഇത് റിയാലിറ്റീനെ കൺസിഡർ ചെയ്യുന്ന ഒരു സ്കൂളാണ്. അതായത് അതുകൊണ്ടാണ് ഇറ്റ് ടെൽസ് അബൌട്ട് ഇവല്യൂഷൻ ആൻഡ് ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സംഖ്യാ സ്കൂള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നോളേജിനെ അക്വയർ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി ഇതിന് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് പ്രകൃതിയുണ്ട്, ഒന്ന് പുരുഷ. ഈ പ്രകൃതി പുരുഷ എന്താണെന്ന് നമുക്കൊന്നും കൂടെ അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇപ്പം ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദേ ബോത്ത് ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അബ്സല്യൂട്ട്. ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പ്രകൃതിയെയും പ്രകൃതി പുരുഷയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ അതേ അബ്സല്യൂട്ടാണ്. സോ ഇതിൻ്റെ ഫൗണ്ടർ ക്യാബിൽ അത് ഓർത്തിരിക്കണം. പിന്നെ ഇത് കൺസിഡറിങ് റിയാലിറ്റി, അത് ഓർത്തിരിക്കണം. നോട്ട് ബിലീവ് ഇൻ ഗോഡാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഇനി അത് ഇതിൻ്റെ 2 പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്, പ്രകൃതിയുണ്ട്, പുരുഷയുണ്ടെന്ന്. ഇനി പ്രകൃതി പുരുഷ ആ ഒരു ടേമിലേക്ക് കടക്കുമ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ്നെസ് ആണ്, അതേസമയം പുരുഷ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഇതിനകത്ത് പുരുഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആ ഒരു ടേം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കാനോട്ട് ബി ചേഞ്ച്ഡ് ഓർ മോഡിഫൈഡ് എന്നാണ്. ഇതിനൊരിക്കലും നമുക്ക് മാറ്റാനോ തിരുത്താനോ ഒന്നും പറ്റില്ല. അതേസമയം പ്രകൃതി എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ്. അത് മാത്രമല്ല അതിനകത്ത് 3 ഗുണാസും ഉണ്ട്, 3 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയാം സത്വ, അതായത് നമുക്കറിയാം ലൈറ്റ്. 2 രജസ്, വിച്ച് മീൻസ് ആക്ടിവിറ്റി. ഇനി തമസ് മീൻസ് ഡാർക്ക്നെസ്. ഈ 3 ഗുണം നമ്മൾ ഇതൊക്കെ ബി.എഡിൻ്റെ ടൈമിൽ നന്നായി കേട്ടിട്ടുള്ള ടേമുകളാണ്. സോ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് യോഗ സ്കൂളാണ്. യോഗ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടർ പതഞ്ജലിയാണ്. യോഗ സൂത്ര എന്നുള്ളൊരു ബുക്കിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ടൈപ്പ് ഓഫ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫൗണ്ടർ പതഞ്ജലിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് യോഗസൂത്ര. സോ യോഗ സ്കൂൾ, യോഗസൂത്ര, അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക.
ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫ്രീഡം അല്ലെങ്കിൽ സാൽവേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഈ മുക്തി, ആ ഒരു തോട്ടാണ് ഇവിടെ അറ്റൈൻ ചെയ്യുക. നമ്മുടെ ഒരു ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പുരുഷ പ്രകൃതി 2 പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. ഇവിടെ വരുമ്പോൾ അത് 3 ആയിട്ടുണ്ട്. 3 ഫണ്ടമെൻ്റൽ റിയാലിറ്റി ഉണ്ട്. മൂന്നാമത്തത് ഗോഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യ സ്കൂൾ, അതിനകത്ത് പറഞ്ഞു നോട്ട് ബിലീവ് ഇൻ ഗോഡ് എന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഹിയർ ഇറ്റ് ബിലീവ് ഇൻ ഗോഡ്. ആൻഡ് ഇവിടെ നേരത്തെ പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് റിയാലിറ്റിയെ. ഇവിടെ എന്താണ്, ഫ്രീഡം ആൻഡ് സാൽവേഷൻ ആണ് അറ്റൈൻ ചെയ്യേണ്ടത്. അത് അറ്റൈൻ ചെയ്യേണ്ട വഴികളാണ് ഈ പറയുന്ന 8 എണ്ണം. ഒന്നാമത്തത് യാമ എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആണ് യാമ. അടുത്തത് നിയമ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓഫ് റൂൾസ് ഗവേൺഡ് ബൈ വൺസ് ഓൺ ലൈഫ്, അതാണ് നിയമം. ഇനി ആസന എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് പോസ്റ്റേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആസനകളുണ്ട്. ശവാസന ഒരാസനയാണ്, അതുപോലെ ആസന എന്ന് പറഞ്ഞാൽ ചില ഫിക്സഡ് പോസ്റ്റേഴ്സിനെയാണ് ആസന എന്ന് പറയുന്നത്. ഇനി പ്രാണായാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രാണായാമ. കുറേ പേർക്ക് അറിയായിരിക്കും. അടുത്തത് വരുന്നത് പ്രത്യാഹാര. ഇതെന്ന് പറയുന്നത് ചൂസിങ് ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ ചൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിഡ്രോവൽ ഓഫ് അവർ സെൻസ് എന്നൊക്കെ പറയാം. അതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ധർമ്മ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സിങ് ദ മൈൻഡ് ഓൺ ചൂസിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ എന്തൊക്കെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മുടെ ദൃഷ്ടി അതിൽ, അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ബി.എഡിൻ്റെ ഇതിലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഈ പരിപാടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത്. ഇനി ധ്യാന എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കോൺസെൻട്രേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. കോൺസെൻട്രേഷനാണ് ഈ പറയുന്ന ധ്യാന എന്ന് പറയുന്നത്. ഇനി സമാധി, അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാവുന്നതാണ് സമാധി. നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ന്യായ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗൗതമയാണ്, ഗൗതമ. സോ ഇദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് ഇദ്ദേഹം ഇത്തരം ഒരു സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാ ന്യായസൂത്ര ബുക്കിനെ പറയുന്ന, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ പറയുന്നതാണ് ന്യായസൂത്ര. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദേ ആർ ബിലീവ് ഇൻ ഗോഡ് ആണ്, ബട്ട് ലോജിക്കൽ തിങ്കിങ്ങും അവർക്കുണ്ട്. ഇവർ വിശ്വസിച്ച് പോരുന്ന ഒന്നാണ് ഗോഡ് ആസ് വൺ ഹു ക്രിയേറ്റ്സ്, സസ്റ്റെയിൻസ് ആൻഡ് ഡിസ്ട്രോയ്സ് ദ യൂണിവേഴ്സ്. ദൈവത്തിന് ക്രിയേറ്റ് ചെയ്യാനറിയാം, നിലനിർത്തി പോരാനും അറിയാം, അതിനെ നശിപ്പിക്കാനും അറിയാം എന്നുള്ളത്. ഇവിടെ ഒരു വാലിഡ് നോളജിനാണ് ഇവർ കൂടുതൽ ഈ ഒരു ന്യായ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നാലാമത്തത് വൈശേഷിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. വൈശേഷിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഫൗണ്ടർ എന്ന് പറയുന്നത് കന്നഡ മുനിയാണ്. പ്രശസ്തപഥ എന്ന ഒരു ടെക്സ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു സംഭവം, അതായത് ഈ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടെ വിളിക്കും, അറ്റോമിസ്റ്റ് സ്കൂൾ എന്ന് പറയും. അറ്റോമിസ്റ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ദ ടേം ഇറ്റ്സെൽഫ് ഒരു അറ്റോമിക് തിയറിയുമായിട്ടൊരു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അറ്റോമിക് തിയറി എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഫിനോമിനോൺ ഓഫ് ദ യൂണിവേഴ്സ് ബൈ ദ അറ്റോമിക് തിയറി where the combination of atoms and molecules into matter, and അത് കൂടാതെ it explains the mechanical process of formulation of universe. യൂണിവേഴ്സിൻ്റെ ഫോർമുലേഷൻ, അതിനൊരു 5 എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് CBI മൂവിയിൽ നമ്മുടെ മമ്മൂട്ടി പറയുന്നൊരു 5 എലമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സേതുരാമയ്യ CBI ആണോ എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട് എർത്ത്, വാട്ടർ, എയർ, ഫയർ, സ്കൈ, ഇങ്ങനെ 5 ബേസിക്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ഗോഡ് റിവാർഡ് ചെയ്യുകയും അദ്ദേഹത്തെ പണിഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കാരണം റിവാർഡ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പണിഷ്മെന്റ് എന്ത് ചെയ്യും അക്കോർഡിംഗ് ടു അവർ കർമ്മ. നമ്മുടെ കർമ്മ അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇത് റിയാലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ബിലീവ് ഇൻ ഗോഡാണ്. സോ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ പൂർവ്വമീമാംസ സ്കൂളാണ്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജെമിനിയാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായ സൂത്ര ഓഫ് ജെമിനിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പൂർവ്വമീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഇതൊരു വാലിഡ് നോളജിലാണ് ഇത് നിൽക്കുന്നത്, ഇതിൻ്റെ ബേസിക്സ്. അതുപോലെ ഇത് ബിലീവ് ഇൻ ഗോഡാണ്. ഇനി റീസണിങ്, ലോജിക്, ഇൻ്റർപ്രിട്ടേഷൻ, ഇതിനകത്തൊക്കെ ഈ സ്കൂൾ ഒരു സ്വന്തമായിട്ടൊരു ഒരു നിലപാടെടുത്തിരുന്നു. റീസണിങ് ആണെങ്കിലും ഉണ്ട്, ലോജിക് ആണെങ്കിലും ഉണ്ട്, ഇൻ്റർപ്രിറ്റേഷനും അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു. ധർമ്മയിലാണ് ദ എസെൻസ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ധർമ്മയാണ്. ആൻഡ് ഓൾസോ വേദിക് റിച്വൽസ്. ഈ വേദിക് റിച്വൽസിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തു. അതായത് സാൽവേഷൻ, മുക്തി അല്ലെങ്കിൽ ഫ്രീഡം, ഇതൊക്കെ നേടണമെങ്കിൽ വേദിക് റിച്വൽസ് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കണം, അതിനനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതായത് വേദിക് റിച്വൽസ് ഫോർ സാൽവേഷൻ, അതിന് ഇമ്പോർട്ടൻസ് നന്നായി കൊടുത്തിരുന്നു എന്നതാണ്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ വേദങ്ങളുണ്ടല്ലോ, അതാണ് അവർ കൺസിഡർ ചെയ്ത വാലിഡ് നോളജ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത് എന്താണ്? വേദങ്ങളാണ്. അതാണ് എന്താ പറയുക, നമ്മൾ അനശ്വര സത്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർ ഏറ്റെടുത്തിരുന്ന ഒന്നാണ് ഈ പറഞ്ഞ വേദാസ്. അതുപോലെ വേദിക് റിച്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഈ പൂർവ്വമീമാംസയ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. അതാണ് മീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി. അതായത് വെറും ഈ പൂർവ്വ എന്നുള്ളൊരു വാക്ക് കളഞ്ഞ് വെറുതെ നമ്മൾ മീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാലും പൂർവ്വ മീമാംസ സ്കൂൾ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ഇതിനകത്ത് ഫൗണ്ടറിനെ ഒന്നും കൂടെ ഓർത്തിരിക്കുക, ജെമിനിയാണ്. ഇനി ഉത്തരമീമാംസ, നമ്മൾ ആറെണ്ണാട്ടുള്ളത്, ആറാമത്തതിലാണ് നമ്മൾ നിൽക്കുന്നത്. ആറാമത്തതിൻ്റെ പേരാണ് ഉത്തരമീമാംസ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഉത്തരമീമാംസ പറയുന്നതിന് മറ്റൊരു പേരുണ്ട്, വേദാന്ത സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഉപനിഷത്തുകളിലാണ്. ഉപനിഷത്തുകളിൽ ബേസ് ചെയ്തിട്ടുള്ള, അതിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡ് ഓഫ് സ്കൂളായിരുന്നു ഇത്. ഇവർ രണ്ട് റിയാലിറ്റിയെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. ഒന്നാമത്തത് ബ്രഹ്മ, അതായത് ബ്രഹ്മ പറഞ്ഞ റിയൽ തിങ്സ്. നിങ്ങൾക്കറിയായിരിക്കും ബ്രഹ്മ, അതിൻ്റെ ഓപ്പോസിറ്റ് മായ, മായ. ഇതിനകത്തെ ബ്രഹ്മയാണിത്. മായ മീൻസ് അൺറിയൽ ആയിട്ടുള്ളത്, ബ്രഹ്മ മീൻസ് റിയൽ ആയിട്ടുള്ളത്. സോ ബ്രഹ്മ റിയൽ തിങ്സ്. അടുത്ത ആത്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സിമിലർ ടു ബ്രഹ്മ, സിമിലർ ആണ്. പക്ഷെ എന്താ, കോൺഷ്യസ്നെസ് ഓഫ് സെൽഫ്, ഒരു സെൽഫ് ആയിട്ടുള്ള, സെൽഫ് എന്നതിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്, അതാണ് ആത്മ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ദർ ആർ 3 മേജർ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് അദ്വൈത കൊണ്ടുവന്നത് ആദിശങ്കര കൊണ്ടുവന്നതാണ് അദ്വൈത എന്ന് പറയുന്നത്. അത് ഇറ്റ് സ്റ്റേറ്റ്സ് അബൌട്ട് ബോത്ത് ദ ഇൻഡിവിജ്വൽ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ, ആത്മ ആൻഡ് ബ്രഹ്മ സെയിം, രണ്ട് സെയിം ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രഹ്മയും ആത്മയും സെയിം ആണ് എന്ന് പറയുന്നു. ആൻഡ് ഇതിൻ്റെ രണ്ടിനെ ഡിഫറൻസ് അറിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ലിബറേഷൻ സംഭവിക്കും എന്നാണ് അദ്വൈതയിൽ പറയുന്നത്. ഇനി വിശിഷ്ട അദ്വൈത എന്ന് പറയുന്നത് രാമാനുജ കൊണ്ടുവന്നതാണ്. അദ്ദേഹമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ബിലീവ് ചെയ്യുന്നത്, ഇറ്റ് ബിലീവ്സ് ദാറ്റ് ഓൾ ഡൈവേഴ്സ് ഈസ് സബ്സ്യൂംഡ് ടു എ യൂണിഫൈഡ് ഹോൾ. എല്ലാം ഒന്നിലേക്ക് ലയിച്ചിരിക്കുന്നു, ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് വേദ. അത് കൊണ്ടുവന്നത് ആരാണ്? മാധവാചാര്യയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് കൺസിഡർ ബ്രഹ്മ ആൻഡ് ആത്മ ആസ് 2 ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസ്. അത് ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസ് ആണ് കരുതുന്നത്, ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസ്. ആൻഡ് ഭക്തി ആസ് എ റൂട്ട് ഓഫ് എറ്റേണൽ സാൽവേഷൻ അറിയായിരിക്കും.
നമ്മുടെ ഫൈനൽ എയിമിലേക്ക് എത്താനുള്ള മാർഗമാണ് ഭക്തി എന്നും ബ്രഹ്മ ആൻഡ് ആത്മ ആർ ദ ടു ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസ് ഫോർ ദറ്റ് എന്നും പറയുന്നു. ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 6 സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതിനകത്തുനിന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു തുടങ്ങി വെച്ചത് നമ്മൾ ആ ഒരു ഈസ്റ്റിലെ ഫിലോസഫീനെ കുറിച്ചായിരുന്നു. ഇതിനകത്ത് 6 സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയാണ് നമ്മളിപ്പോൾ പഠിച്ചു തീർത്തേക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി അടുത്ത ഒരു പാർട്ടായിട്ടുള്ള ഹെറ്ററോഡോക്സ് സ്കൂൾസിൽ വരുന്ന ബുദ്ധിസവും ജൈനിസവും നമുക്ക് പഠിക്കാനുണ്ട്. ബുദ്ധിസവും ജൈനിസവും മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന ഇസ്ലാമിക് തോട്ട്സും നമുക്ക് നോക്കി പോകേണ്ടതുണ്ട്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് PYQയിലേക്ക് കടക്കാം. ഒരുമിച്ച് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം PYQസും ഇതിനകത്തുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഇന്ന് പഠിക്കുക. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോരാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യാം. സെറ്റിന് നന്നായി പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് സ്മാർട്ട് സ്ട്രാറ്റജീസും കൂടി യൂസ് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും അടുത്ത സെറ്റ് എക്സാമിന് എൻ്റെ എല്ലാവിധ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.